ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അന്നേരം വീഡിയോ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹിസ്റ്ററി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബോർ പിടിച്ച സബ്ജക്റ്റായിട്ടാണ് കേട്ടറിവ്. എനിക്കും അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഹിസ്റ്ററി എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം ആദ്യത്തെ തന്നെയെന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. പിന്നെ പച്ച കളറിൽ കണ്ടോ, അത് മുഴുവൻ പോർച്ചുഗീസിൻ്റെ അധീനതയിലുള്ളതാണ്. പോർച്ചുഗലിനെ കണ്ടോ, അതാണ് അങ്ങ് മേളിൽ ചെറുതായിട്ട് കിടക്കുന്ന രാജ്യം കണ്ടോ, അതാണ് പോർച്ചുഗൽ, റൊണാൾഡോയുടെ നാട്. ആ പോർച്ചുഗലുകാർ ബ്രസീൽ, നെയ്മറിൻ്റെ നാട് ബ്രസീൽ ഫുൾ അവരുടെ അധീനതയിലായിരുന്നു. പിന്നെ ആഫ്രിക്കയിലെ അങ്കോള, പിന്നെ മൊസാംബിക്കു, പിന്നെ ഇന്ത്യയിൽ വന്ന് നമ്മുടെ കൊച്ചി, ഗോവ, ദാമനന്തിയു, ബോംബെ, പിന്നെ അതേ ചൈനയുടെ ഭാഗത്ത് വന്ന് മക്കാവു, മലാക്ക, അതെല്ലാം പോർച്ചുഗലുകാരുടെ അധീനതയിലായിരുന്നു. അവർ ഭയങ്കര ഒരു ബ്രിട്ടീഷുകാരെക്കാട്ടും ഭയങ്കര ഇതായിട്ടാണ് അവർ നിന്നത് 15th സെഞ്ച്വറിയിൽ. 15th സെഞ്ച്വറി 1498 വാസ്കോഡഗാമ കേരളത്തിൽ കാലുകുത്തുന്നത്. അന്നേരം ഇത്രയും വലിയ സാമ്രാജ്യമുള്ളവർ എങ്ങനെയാണ് ഒന്നുമില്ലാതായി മാറിയത്, അത് നമുക്ക് നോക്കാം. SSCക്ക് പ്രീവിയസ് ഇയർ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ പോർച്ചുഗീസ് ക്യാപ്ചർ ഗോവ? 1510 AD. നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. ഇനി നമുക്ക് വിദേശികളുടെ അറൈവൽ നോക്കാം. ഇന്ത്യയിലേക്കുള്ള ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസാണ്. പോർച്ചുഗീസ് വന്നത് 1498 ആരാണ് വന്നത് നമുക്കറിയാം. വാസ്കോഡഗാമ കേരളത്തിലെ കാപ്പാടിൽ വന്നിറങ്ങി, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് വന്നതാണ് ഡച്ച് എന്ന് പറയുന്നത് നെതർലൻഡുകാർ 1605, ഏകദേശം 100 വർഷത്തിന് ശേഷമാണ് അവർ വരുന്നത്. പിന്നീട് അങ്ങ് ഓരോ രാജ്യക്കാരങ്ങ് വരാൻ തുടങ്ങി. പിന്നീട് വന്നതാണ് ബ്രിട്ടീഷേഴ്സ്, അവർ 1608 വന്നു. പിന്നീട് 1620 ഡാനിഷ് എന്ന് പറയുന്നത് ഡെൻമാർക്കുകാരാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസുകാർ വന്നത് 1668. ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസ്, ഏറ്റവും ലാസ്റ്റ് പോയതും പോർച്ചുഗീസ്. 1961 ഓപ്പറേഷൻ വിജയ് അറിയാലോ. ഏറ്റവും ലാസ്റ്റ് വന്നത് ഫ്രാൻസുകാർ, ഏറ്റവും ആദ്യം പോയതും ഫ്രാൻസുകാർക്ക് നമ്മുടെ ഇവിടുത്തെ പൊറുതിയൊക്കെ മതിയായി. ഇപ്പം എക്സ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുമ്പം പോർച്ചുഗീസുകാർ വന്ന വർഷം തന്നെ അവരൊരു കമ്പനി അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു 1498 തന്നെ. പിന്നീട് രണ്ടാമത് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത് ബ്രിട്ടീഷേഴ്സാണ്. അവർ 1600 കമ്പനി സെറ്റപ്പ് ചെയ്തായിരുന്നു. പിന്നീട് 1608 അവർ വരുന്നത്. എല്ലാം സെറ്റാക്കിയിട്ടാണ് അവർ വരുന്നത്. രണ്ടാമത് വന്നത് ഡച്ചുകാരാണേലും അവരാണ് മൂന്നാമത് കമ്പനി സെറ്റിൽ ചെയ്തത്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തുടങ്ങി. പിന്നെ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1660 വന്നു. പിന്നെ ഫ്രഞ്ച് കമ്പനി വന്നു. എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻ പവർ മുഴുവൻ ഇന്ത്യ ലക്ഷ്യമാക്കി വന്നതെന്ന് അറിയണ്ടേ? ആദ്യത്തെ റീസൺ തന്നെ ഇമ്മൻസ് വെൽത്ത് ഓഫ് ഇന്ത്യ, കാശുള്ളിടത്തേക്ക് എല്ലാവരും വരും. ഫസ്റ്റ് റീസൺ തന്നെ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോമഡിസ്, നമ്മൾ സ്പൈസസിനൊക്കെ പേരുകേട്ട നാടാണല്ലോ. സ്പൈസസ്, കോട്ടൺ, സിൽക്ക്. അന്നേരം ഇതൊക്കെ യൂറോപ്പിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അറബ് ട്രേഡേഴ്സായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് അറബ് ട്രേഡേഴ്സ് മേടിച്ചിട്ട് അറബ് ട്രേഡേഴ്സ് നല്ല കാശിന് കൊണ്ട് യൂറോപ്പിലുണ്ട് വിൽക്കും. നമ്മുടെ അവിടുന്ന് ലേശം തുച്ഛം തുകയാണ് തരുന്നത്, അവിടെ പോയി വലിയ കാശിന് കൊണ്ട് വിൽക്കും. അന്നേരം യൂറോപ്യൻസ് വിചാരിച്ചപ്പം ഡയറക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അത്രയും ലാഭമായില്ലോ എന്ന്, അവിടെ ചെന്നിട്ട് അവർക്കങ്ങ് വിറ്റാൽ പോരെയെന്ന്. അതൊരു രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഷിപ്പ് ബിൽഡിങ്. അതായത് ഷിപ്പൊക്കെ നിർമ്മിക്കാനായിട്ട് തുടങ്ങിയപ്പം പിന്നെ അങ്ങ് സ്ഥലം കണ്ടെത്തി ഇറങ്ങാമല്ലോ. ഷിപ്പും കോമ്പസും ഒക്കെ വന്നപ്പം അവരങ്ങ് നമുക്കിനി രാജ്യങ്ങളൊക്കെ ട്രേഡ് റൂട്ടൊക്കെ കണ്ടെത്താമെന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇറങ്ങി. നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറബ് ട്രേഡേഴ്സൊക്കെ ട്രേഡ് ചെയ്ത് പോകുമെന്ന് പറയുന്നല്ലോ. അന്നേരം ആ റൂട്ട് വന്ന് ഇവർ ക്യാപ്ചർ ചെയ്തപ്പം അതുവഴി പോകണമെങ്കിൽ ഹൈ ടാക്സ് കൊടുക്കണം. അന്നേരം ഹൈ ടാക്സ് കൊടുത്ത് അവിടെ ചെല്ലുമ്പോൾ നല്ല കാശോ ഈ മേടിച്ച സാധനങ്ങൾക്കൊക്കെ. അന്നേരം ഇവർ യൂറോപ്യൻസ് വിചാരിച്ചു വേറെ റൂട്ട് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് കാശുണ്ടാക്കണം എന്ന് ഇവർ വിചാരിച്ചു. ഇതൊക്കെയാണ് അതിലെ പ്രധാന കാരണങ്ങൾ യൂറോപ്യൻസ് ഇന്ത്യയിലെത്താനുള്ള. ഇതാണ് അവർ വന്ന റൂട്ട്. പോർച്ചുഗൽ കണ്ടോ, പോർച്ചുഗലിൽ നിന്ന് വളഞ്ഞു വരുന്ന റൂട്ട് കണ്ടോ. ആ വളഞ്ഞു വരുന്ന റൂട്ട് വന്നിട്ട് കേപ്പ് വെർഡയിൽ വന്നു, സെൻറ്റ് ഹെലനയിൽ വന്നു, ലാസ്റ്റ് ആഫ്രിക്കയുടെ അറ്റത്ത് കാണുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വന്നു. പിന്നെ അവിടുന്ന് വളഞ്ഞു പോകുന്ന കണ്ടോ, ഇന്ത്യയിലേക്ക് വളഞ്ഞ്
മേക്കോ എന്ന് പറഞ്ഞ് സിക്സ് സാക്ക് എന്ന് പറഞ്ഞ് അത് കോമ്പസൊക്കെ വെച്ച് റൂട്ട് കണ്ടുപിടിച്ച് അവർ അങ്ങനെ വന്ന് കൊച്ചിയിൽ വന്ന് അങ്ങ് ഇറങ്ങി. കൊച്ചിയിൽ വന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവർ മേടിച്ചു, സ്പൈസസ് ഒക്കെ മേടിച്ചിട്ട് അവരെന്ത് ഡയറക്റ്റ് ഇപ്പോൾ ആദ്യം ഒരു തവണ വന്നല്ലോ, അന്നേരം അവർക്ക് മനസ്സിലായി ഡയറക്റ്റ് പോവാന്ന് കേട്ടോ. തിരിച്ച് ഡയറക്റ്റ് പോയത് കണ്ടോ, ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയിട്ട് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വന്നു. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി മേലോട്ട് പോയി ലാസ്റ്റ് പോർച്ചുഗലിൽ എത്തി. ഇതാണ് അവരുടെ ട്രേഡ് റൂട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസ്കോ ഡ ഗാമ കേരളത്തിൽ 1498 വന്ന് ഇറങ്ങിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാസ്കോ ഡ ഗാമ ഒരു പോർച്ചുഗൽക്കാരനായിരുന്നു. പുള്ളിക്കാരൻ നേരെ ഇന്ത്യയിലേക്ക് വരുമല്ലായിരുന്നു. പുള്ളിക്കാരന് സഹായമായിട്ട് ഒരു ഗുജറാത്തി ട്രാവലർ ഉണ്ടായിരുന്നു, അഹമ്മദ് ഇമ്മസീദി. ആ പുള്ളിക്കാരൻ്റെ സഹായത്തോടെയാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്നിറങ്ങിയത്. അദ്ദേഹം ട്രാവൽ ചെയ്ത ഷിപ്പിൻ്റെ പേരാണ് സാവോ ഗബ്രിയേൽ. മിക്ക എക്സാമിനും ഇട്ടിട്ട് മടുത്ത ക്വസ്റ്റ്യൻസാണ്. അദ്ദേഹം ചെന്ന് ഇറങ്ങിയത് എവിടെയാണ്? നമ്മുടെ കാലിക്കറ്റിൽ. അവിടെ ഒരു കിങ് ഉണ്ടായിരുന്നു, അത് സമുദ്രി എന്നാണ് പറയുന്നത്, സമുദ്രിയാണെന്ന് തോന്നുന്നു നമ്മുടെ. പിന്നീട് അദ്ദേഹം റിട്ടേൺ ചെയ്തപ്പോൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ, നമ്മൾ ആളുകൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടത്തില്ല, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. സ്പൈസസും നമ്മുടെ പെപ്പറും നമുക്ക് ഇവിടെ നിന്നുള്ള 4 സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. അത് അദ്ദേഹം നേരെ പോർച്ചുഗലിൽ കൊണ്ട് കൊടുത്തപ്പോൾ എന്താണ്, ആ സാധനം വിറ്റപ്പം ഭയങ്കര പ്രോഫിറ്റ്. ഇവിടുന്ന് കിട്ടിയാലും ഇരട്ടി പ്രോഫിറ്റ്, ഇരട്ടിയല്ല 60%, 60 ടൈംസ് പ്രോഫിറ്റാണ് അദ്ദേഹത്തിന് പോർച്ചുഗലിൽ കിട്ടി. അന്നേരം വിചാരിച്ചു എന്നാൽ തിരിച്ച് വന്ന് ഈ ട്രേഡ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാശുകാരനാവാമല്ലോ എന്നുള്ള ചിന്ത പുള്ളിക്കാരനുണ്ടായി. അന്നേരം പുള്ളി വീണ്ടും തിരിച്ച് വന്നു രണ്ടാമത് 1502. പിന്നെ ഇവിടെ സെറ്റിലാവാമെന്നൊക്കെയുള്ള തീരുമാനമായി. പിന്നീട് പോർച്ചുഗലിലേക്ക് വീണ്ടും തിരിച്ചു പോയി. പിന്നെ മൂന്നാമത് വന്നപ്പം പുള്ളി ആ സമയം ഇവിടെ തന്നെ മരിച്ചു. പിന്നെ ഇവിടുത്തെ തന്നെ പള്ളിയിലായിരുന്നു പുള്ളിയുടെ അടക്കിയത്. ഇന്ത്യയുടെ മാപ്പ് കണ്ടോ, ഈ മാപ്പിൽ വന്നത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റിലുള്ള കൊച്ചി കഴിഞ്ഞ് മേളിൽ കണ്ണൂർ, ഗോവ, ബോംബെ, സാൽസെറ്റ്, ബാസെയിൻ, ദാമൻ ആൻഡ് ദിയു ഇതെല്ലാം വന്ന്, പിന്നെ ഓപ്പോസിറ്റ് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെയുള്ള ഹൂഗ്ലി, ഇതെല്ലാം വന്ന് ആരുടെ അധീനതയിലായിരുന്നു? പോർച്ചുഗലുകാരുടെ അധീനതയിലായിരുന്നു. ഇത്രയും വലിയ സെറ്റപ്പായിട്ടാണ് അവർ 100 വർഷം ഇവിടെ ഇന്ത്യയിൽ ഭരിച്ചത്. 1500 തൊട്ട് 600 വരെയുള്ള കാലഘട്ടം. 600-ലാണല്ലോ ബ്രിട്ടീഷേഴ്സ് വരുന്നത്. പിന്നെ 1512 ഇവർ ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിലും ട്രേഡൊക്കെ ഉണ്ടാക്കി. 1512 ഇന്തോനേഷ്യയിലെ സാധനങ്ങൾ പോയി പോർച്ചുഗലിൽ വിൽക്കാൻ തുടങ്ങി. പിന്നെ 1514 ഇവർ ചൈനയിലും പോയി. ഇത് കുറച്ച് എക്സ്ട്രാ വിവരങ്ങളാണ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. പിന്നെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലാണല്ലോ മരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ബുറിയൽ നടന്നത് ഇന്ത്യയിൽ തന്നെയാണ്. എന്നിട്ട് കുറച്ച് വർഷം 1539 അവർ വിചാരിച്ചു നമ്മുടെ ആളാണല്ലോ എന്നിട്ട് അവർ തിരിച്ച് അവരെ പോർച്ചുഗലിൽ തന്നെ കൊണ്ടുപോയി. എങ്ങനെയാണ് പോർച്ചുഗീസ് എക്സ്പാൻഷൻ നടന്ന ഇന്ത്യയിൽ നിന്ന് നോക്കാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നത് 1498 അന്നേരം അവർ ഇന്ത്യയിൽ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവരുടെ പേരാണ് കമ്പനി എസ്റ്റാഡോ ദ ഇന്ത്യ. ഇപ്പം എന്തെങ്കിലും കമ്പനി തുടങ്ങുമ്പോൾ ഇന്ത്യ എന്ന് തുടങ്ങുമല്ലോ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ ജപ്പാനിലെ പേര് ജപ്പാൻ യൂണിലിവർ ലിമിറ്റഡ് എന്നാണല്ലോ. അതുപോലെ തന്നെ ഈ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തുടങ്ങി. കമ്പനി എസ്റ്റാഡോ ദ ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഫസ്റ്റ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ് ഇൻ കൊച്ചി 1503. അത് കഴിഞ്ഞ് 1505 അടുത്ത ഫാക്ടറി എവിടെ എത്തി? കണ്ണൂരിൽ തുടങ്ങി. ഫാക്ടറിയൊക്കെ നിർമ്മിച്ച സ്ഥിതിക്ക് ഒരു ഗവർണറിനെ വേണമല്ലോ. അന്നേരം ഫസ്റ്റ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമീഡ. 1505 അദ്ദേഹം വരുന്നത്. ഫ്രാൻസിസ്കോ ഡി അൽമീഡയെക്കുറിച്ച് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി. ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് 1509 വരുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഓഷ്യനിലെ ഏരിയയിൽ ട്രേഡ് ചെയ്യുന്ന വാട്ടർ റൂട്ടും എല്ലാം ഇദ്ദേഹം അങ്ങ് കൈക്കലാക്കിയിട്ട് ഇവിടുത്തെ അറബ് ട്രേഡേഴ്സിനും ഈവൻ ഹിന്ദു രാജാക്കന്മാർക്ക് പോലും ആ കടലിൽ കൂടെ ആ റൂട്ട് പോകണമെങ്കിൽ ഇദ്ദേഹത്തിന് കാശ് കൊടുക്കണം, ടാക്സ് അടയ്ക്കണം. ടാക്സ് അടച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇത് അവരുടെ മോണോപ്പൊളി, ആ പോർച്ചുഗീസുകാർ മാത്രം ഇവിടെ ട്രേഡ് ചെയ്താൽ മതി എന്നുള്ള മോണോപ്പൊളിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഈ പോളിസി അങ്ങ് കൊണ്ടുവന്നത്, ബ്ലൂ വാട്ടർ പോളിസി വന്നത് 1509 പിന്നീട് ഫ്രാൻസിസ് ഡി അൽമീഡ 1509 മരിക്കുന്നു. ഈജിപ്ഷ്യൻസ് അദ്ദേഹത്തിനെ വധിച്ചതായിട്ടാണ് പറയുന്നത്.
ഇതൊരു ടേബിളാണ്. 1498 വാസ്കോഡഗാമ കേരളത്തിലെ കാലിക്കറ്റിൽ വന്നു. അവിടെ സാമൂതിരി അദ്ദേഹത്തിനെ സ്വീകരിച്ചു. 1503 പോർച്ചുഗീസുകാർ ഫസ്റ്റ് ഫോർട്ട് കൊച്ചിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. 1505 പോർച്ചുഗീസുകാർ കണ്ണൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 1509 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിലുണ്ട്, ബാറ്റിൽ ഓഫ് ഡ്യൂ. അവിടെ ഈജിപ്ഷ്യൻസിനെയും അറബിനെയും പിന്നെ സാമൂതിരിയുടെ ആൾക്കാരെയും ആര് ഡിസ്ട്രോയ് ചെയ്തു? പോർച്ചുഗീസുകാർ ഡിസ്ട്രോയ് ചെയ്തു. അതാണ് ബാറ്റിൽ ഓഫ് ഡ്യൂ. ഇനി അടുത്ത ഗവർണറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അൽഫോൺസോ ഡി അൽബർക്യു. 1509 തൊട്ട് 1515 വരെയാണ് ഇദ്ദേഹം ഗവർണറായിട്ടിരുന്നത്. ഇദ്ദേഹത്തെയാണ് ദ റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 1510 ഗോവ കൈക്കലാക്കി. ആരായിരുന്നു? സുൽത്താൻ ഓഫ് ബിജാപൂരിൽ നിന്ന് ഗോവ കൈക്കലാക്കി. പിന്നീട് നമുക്കറിയാം 1961 ഓപ്പറേഷൻ വിജയ് വഴിയാണ് ഗോവ പോർച്ചുഗീസിൽ നിന്ന് വിമുക്തമായത്. പിന്നീട് ഗോവ പിന്നെ മേളത്തെ ദാമൻ ദ്വീപ് ഭാഗങ്ങളൊക്കെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറി. പിന്നീട് 1987 ഡിസംബർ 19 ഗോവ സ്റ്റേറ്റ്ഹുഡ് കിട്ടിയത്, ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ചത്. പിന്നെ അദ്ദേഹം നല്ല ഭരണതന്ത്രജ്ഞനായിരുന്നു കേട്ടോ. കാര്യം വിജയനഗര എംപയറുമായിട്ട് പുള്ളിക്ക് നല്ല റിലേഷൻഷിപ്പായിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? മലാക്ക സ്റ്റേറ്റ് ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് ഇറാനിൻ്റെ അവിടെ ഇറാൻ്റെ അവിടെ പോർട്ട് ഓഫ് ഒമ്രൂസ് എന്ന് പറഞ്ഞ് പോർട്ട് അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിനെയാണ് റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറഞ്ഞില്ല കാര്യം വിജയനഗര എംപയറുമായിട്ട് നല്ല അടുപ്പം സൃഷ്ടിച്ചു. ഇദ്ദേഹം ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇന്നലെ പുള്ളിക്കാരൻ വിചാരിച്ചു ഇവിടുത്തെ ഹിന്ദുസുമായിട്ട് നല്ല ഒരു ബന്ധം വേണം, അതിനു വേണ്ടി ഇവിടെ സ്കൂൾസ് ഓപ്പൺ ചെയ്തു അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി. പിന്നീട് പുള്ളിക്കാരൻ വെച്ച് ഇവരുമായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ നമുക്ക് നിന്ന് പോവാമെന്ന് വിചാരിച്ചു. 1515 1515 അദ്ദേഹം ഗോവയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഇതെന്താണ്? റിയൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്നു. പിന്നെ 1510 ഗോവ ക്യാപ്ചർ ചെയ്യുന്നു. അടുത്ത ആളെന്ന് പറഞ്ഞാൽ നീനോ ഡി കുൻഹ. ഇദ്ദേഹമാണ് ഗോവനെ ക്യാപിറ്റലാക്കുന്നത് 1530. പിന്നെ ഹൂഗ്ലി സെറ്റിൽമെൻറ്റ് ഇൻ ഹൂഗ്ലി ആൻഡ് സെയിൻറ്റ് തോമസും ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ട്രീറ്റി ഓഫ് ബാർസെയിൻ സൈൻ ചെയ്യപ്പെട്ടത്. ട്രീറ്റി ഓഫ് ബാർസെയിൻ 2 ഉണ്ട്. ഒന്ന് ബ്രിട്ടീഷേഴ്സുമായിട്ടുണ്ട്, പിന്നെ ഒന്ന് ഈ പോർച്ചുഗീസുമായിട്ടുകാരുമായിട്ടുണ്ട്. ഈ ട്രീറ്റി ഓഫ് ബാർസെയിൻ സൈൻ ചെയ്തത് 1534. ട്രീറ്റി ഓഫ് ബാർസെയിൻ സൈൻ ചെയ്യപ്പെട്ടത് പോർച്ചുഗീസുകാരും സുൽത്താൻ ഓഫ് ഗുജറാത്ത് ബഹാദൂർ ഷായും തമ്മിലാണ്. ഇത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അന്നേരം ട്രീറ്റി ഓഫ് ബാർസെയിൻ 1534 സൈൻ ചെയ്യപ്പെട്ടത് പോർച്ചുഗീസുകാരും സുൽത്താൻ ഓഫ് ഗുജറാത്ത് ബഹാദൂർ ഷായും തമ്മിലാണ്. ഈ ബാർസെയിൻ എന്ന് പറയുന്നത് മറ്റേ ബോംബെയുടെ ഭാഗമൊക്കെയാണ്. അങ്ങനെ ഈ ബോംബെയുടെ ഭാഗമൊക്കെ ഈ ഗുജറാത്തിലെ ബഹാദൂർ ഷാ സുൽത്താൻ ഇവർക്ക് പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. ഇനി ഇവിടെ എന്താണ് ഇന്ത്യയിൽ നടത്തിയ കോൺട്രിബ്യൂഷൻസ് എന്താണ്? പ്രിൻറ്റിംഗ് പ്രസ് എസ്റ്റാബ്ലിഷ് ഇൻ ഗോവ 1556 പ്രിൻറ്റിംഗ് പ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഷിപ്പ് ബിൽഡിംഗ് ആർട്ട്, പിന്നെ ക്രിസ്ത്യാനിറ്റി വന്നു. ഇത് കണ്ടോ, ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. ഈ മാപ്പിൽ ഇവർ കണ്ടോ, കണ്ണൂർ, ഗോവ, ബോംബെ, സാൽസെറ്റ്, ബാസിൻ, സൂററ്റ്, ബറോഡ, പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തുള്ള ഹൂഗ്ലി, പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള സെൻറ്റ് ജോർജ്, ഫോർട്ട് സെൻറ്റ് ഡേവിഡ്, ഇതെല്ലാം വന്ന പോർച്ചുഗീസിൻ്റെ അധീനതയിലാണ്. ഇത്രയും സെറ്റപ്പായിട്ട് ജീവിച്ചിരുന്നവർക്ക് പിന്നെ എങ്ങനെയാണ് ഇവരെ ക്ഷയിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗുജറാത്തിൻ്റെ അവിടെയുള്ള ഈ സൂററ്റ് അവർക്ക് ബ്രിട്ടീഷേഴ്സിനോട് നഷ്ടമായി. ആ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് സ്വാളി. 1612 ബാറ്റിൽ ഓഫ് സ്വാളി നടക്കുന്നത്. ബാറ്റിൽ ഓഫ് സ്വാളി വഴി സൂററ്റ് അവരുടെ നഷ്ടമായി. പിന്നെ 1661 ബോംബെ എന്ത് ചെയ്തു? ഈ പോർച്ചുഗീസുകാർ നമ്മുടെ ബ്രിട്ടീഷേഴ്സിന് അങ്ങ് കൈമാറി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ത്രീധനമായിരുന്നു. കാര്യം പോർച്ചുഗീസിൻ്റെ കാതറിൻ രാജകുമാരിയെ ബ്രിട്ടീഷിൻ്റെ അവിടെ ചാൾസ് രാജകുമാരനെ കെട്ടിച്ചു കൊടുത്തു. എന്നാൽ സ്ത്രീധനമായിട്ട് ബോംബെയാണ് കൊടുത്തത്. അങ്ങനെ 1661 പ്രധാനപ്പെട്ട ബോംബെ വന്ന് ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ ആയിപ്പോയി. അന്നേരം ഏതൊക്കെ ബാറ്റിൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസുകളെ ബാറ്റിൽ ഓഫ് കണ്ണൂർ, അതാണ് 1506. നേരത്തെ വന്നിട്ടില്ല, ഇനി വരുവാൻ എക്സാമിനൊക്കെ വരാൻ സാധ്യത കാണും. പിന്നെ ബാറ്റിൽ ഓഫ് ഡ്യൂ, അത് 1509. ബാറ്റിൽ ഓഫ് ഡ്യൂ അറിയാലോ,
ഫ്രാൻസിസ്കോ ഡി അൽമീഡ, മറ്റേ സാമൂതിരിയും പിന്നെ ഈജിപ്ഷ്യൻസും അറബ്സിനൊക്കെ എതിരെ അവരെ വധിച്ച് നേടിയതാണ് ബാറ്റിൽ ഓഫ് ഡ്യൂക്ക്. പിന്നെ കോൺക്വസ്റ്റ് ഓഫ് ഗോവ 1510, ആൽബർട്ട് ക്യൂ ഗോവ ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ വന്നത് ബാറ്റിൽ ഓഫ് സ്വാളി, അതാണ് 1612. ഇത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവിടുത്തെ റൂളർമാരാണ്. ഇന്ത്യയിൽ ആ സമയത്ത് ആൾക്കാർ ഭരണാധികാരികൾ ആരാന്നൊക്കെ നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാർ വന്നപ്പം അവിടുത്തെ പോർച്ചുഗീസുകാരുടെ റൂളർ എന്ന് പറയുന്നത് മാനുവൽ ഫസ്റ്റും അവിടുത്തെ പ്രിൻസ് ഹെൻറി ദ നാവിഗേറ്ററും ആയിരുന്നു. ഇന്ത്യയിൽ വന്ന സമയത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടമായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന ഇതായ ലോധി ഡൈനാസ്റ്റിയാണ്. ലോധി ഡൈനാസ്റ്റിയിലെ സിക്കന്ദർ ലോധിയായിരുന്നു പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നെ വിജയനഗർ എംപയർ എന്ന് പറഞ്ഞാൽ കർണാടകയുടെ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നത് നരസിംഹറാവു 2 ആണ്. അദ്ദേഹം വന്ന് സലുവ ഡൈനാസ്റ്റിയാണ്. പിന്നെ ഗുജറാത്തിൻ്റെ ഭാഗത്തായിട്ട് മഹമ്മൂദ് ബേഗ്ദയാണ്. ഇതായിരുന്നു ആ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നവരും അവിടെ പോർച്ചുഗീസിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളും. ഇനി അതർ ഫാക്ട്സ് എന്ന് പറയുന്നത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ഗോവ ലിബറേഷൻ ഡേ ഡിസംബർ 1961 അന്ന് എക്സാമിന് വന്നിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ വിജയ് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ഹു ഈസ് കോൾഡ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദ പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ? അതാരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽബുക്വർക്ക്. ഇങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അറിയത്തില്ല. 1509 തൊട്ട് 1515 വരെയാണ് അദ്ദേഹം പോർച്ചുഗീസ് ഗവർണറായിട്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പനീസ് വാസ് റിലേറ്റഡ് ടു ദ പോർച്ചുഗീസ് എംപയർ? കണ്ടോ, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ ഓപ്ഷൻ ഇല്ല. ഏതായിരുന്നു? എസ്റ്റഡോ ഡ ഇന്ത്യ. സോ പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വരാം കേട്ടോ. ഇനി ബ്രിട്ടീഷേഴ്സിനെ നമുക്ക് നോക്കാം.